പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വിരുന്നാർ വരും അല്ലേ. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് വെച്ചാല് ഈ ഞായറാഴ്ചകളിലൊക്കെ അധികം ആരെങ്കിലുമൊക്കെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരും. അപ്പം ഒരു ഒരു രസമാണ്. ഒന്നാമത് ഓര് കൊണ്ടുവന്ന പലഹാരം, പിന്നെ ഓർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ വീട്ടുകാർ വാങ്ങുന്ന പലഹാരം, ഈ രണ്ട് പലഹാരത്തിന്റെ ഉടമ നമ്മളാണല്ലോ. അതാണ് ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ ഇന്നിപ്പം എനിക്ക് തോന്നണേ അങ്ങനെ വിരുന്നേര് വരുമൊക്കെ കുറഞ്ഞ്. ഇപ്പൊ എല്ലാരും ഒരു വാട്സപ്പ്, ഒരു വീഡിയോ കോള്, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെയൊക്കെ ചാറ്റിങ്ങും വീഡിയോ കോളും, എപ്പോഴും എല്ലാവരും വിശേഷങ്ങളും അറിയാൻ പറ്റുന്ന ഒരു മീഡിയാസ് എല്ലാം ഉള്ളത് കൊണ്ട് ഇപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വരവുകൾ കുറഞ്ഞു എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എല്ലാരും ഒന്ന് കണ്ടുമുട്ടുന്നത് വല്ല കുടുംബസംഗമത്തിനായിരിക്കും. അന്നൊന്നും ഇങ്ങനെ കുടുംബസംഗമം അത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പം എല്ലാരും കുടുംബസംഗമം, അതുപോലെ ഫ്രണ്ട്സിനാണെങ്കിൽ അങ്ങനത്തെ മീറ്റപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ മാത്രം അതിലേക്ക് ചുരുങ്ങി. ആദ്യം നമ്മൾ ഞായറാഴ്ചകളിൽ ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങള് ചെറിയ കുട്ടികളാണ് സമയത്ത് എൻ്റെ അമ്മേന്റെ വീട് വെച്ച് പെരിങ്ങാവായിരുന്നു. അപ്പൊ അവിടുന്ന് ഒരു മല കയറി ഇറങ്ങിയെന്ന് വെച്ചാൽ വാഴയൂർ എന്ന സ്ഥലത്തും. അപ്പൊ അവിടെയാണ് മൂത്തുമ്മന്റെ വീടുണ്ടായിരുന്നത്. എന്നിട്ട് ഇവിടുന്ന് അമ്മമ്മ ഞങ്ങളെ മക്കളെല്ലാം കൂട്ടിയിട്ട് ആ മല കയറിയാണ് ഞങ്ങൾ ഇവിടെ വാഴയൂർ വരെ എത്തുന്നത്. അപ്പൊ നമുക്കൊരു ചടപ്പില്ലായിരുന്നു പോവാനൊക്കെ. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എത്രയും നടക്കാന്ന് വെച്ചാല് ഒരു 2 മണിക്കൂർ, 1.5-2 മണിക്കൂറിന്റെ അടുത്തൊക്കെ ഒരു മല കയറി, ഇവിടുന്ന് ഒരു മല കയറിയിട്ട് അപ്പുറത്തെ മല എത്തണം, താഴെ ഇറങ്ങണം. അത് കുറേ നടക്കാനുണ്ട്. പക്ഷെ ആ ഒരു നടത്തുമ്പോൾ നമുക്കൊന്നും ഒരു വിഷയമേ ഇല്ലായിരുന്നു. എത്ര ദൂരം നടന്നിട്ടാണെങ്കിൽ അവിടെ പോവാ, പിന്നെ പോയിട്ട് തിരിച്ചു അതേപോലെ നടക്കണ്ടേ, അതൊന്നും ഒരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. ഇന്നിപ്പോ വണ്ടി ഉണ്ട്, എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, പോയി വരാൻ എളുപ്പമാണ്, ബസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പൊ ആരും അങ്ങനെ അത്ര റിസ്ക് എടുത്ത് പോകാനും നിൽക്കുന്നില്ല. എല്ലാരും എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കാണും. പിന്നെ ഡെയിലി എന്ത് വിവരങ്ങൾ അറിയണമെങ്കിലും അന്നത്തെ പോലെ ഒന്നും നമുക്ക് അറിയാൻ പറ്റാത്ത സാഹചര്യം ഇല്ലല്ലോ. അപ്പൊ അന്ന് നമുക്ക് ഫോണൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിലേ ഉള്ളൂ. കുറേ വീടൊക്കെ ചുറ്റുമ്പോൾ ഒരു വീടൊക്കെ ഫോണുള്ള വീടുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് അതൊക്കെ അത്യാവശ്യം മരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി മാത്രമുള്ളൂ അന്നത്തെയൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് എന്ത് കാര്യങ്ങളും സീരിയൽ കഥ പോലും നമ്മൾ ഫോണിലൂടെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇപ്പൊ ആരും അങ്ങനെ പോക്കുവരവുകളൊക്കെ ഇല്ല. അതുകൊണ്ട് ഒരുപാട് പലഹാരങ്ങൾ മിസ്സായി പോയി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിന്റെ ഒരു എന്താണെന്ന് ഒരിക്കലും ഐഡിയ ഇട്ടുള്ളതല്ല. പക്ഷെ പണ്ടുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും ആ ഒരു വിരുന്നാര് വരുമ്പോഴൊരു സന്തോഷം, ആ ഒരു